നമസ്കാരം. സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് തക്കാളി ചമ്മന്തി പുതിയ രുചിയിലാണ് ഉണ്ടാക്കുന്നത്. ബദാമൊക്കെ അരച്ചു ചേർത്ത ഒരു ഹെൽത്തി ചമ്മന്തിയുടെ രുചിക്കൂട്ടാണെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 2 മീഡിയം സൈസിലുള്ള ഉള്ളി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 15 ബദാം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ വഴറ്റുക. ഏകദേശം ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 4 തക്കാളി അരിഞ്ഞത് ചേർക്കുക. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ തക്കാളിയൊക്കെ ഉടഞ്ഞ് വേവുന്നത് വരെയാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. തക്കാളിയൊക്കെ ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പോലെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് തിള വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായാലും 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, 4-5 ഉണ്ടമുളക്, 1 തണ്ട് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഈ താളിപ്പ് മൂത്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബൗളിലാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബദാമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഹെൽത്തി തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോവുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.